അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ നിർദ്ദിഷ്ട ആലുവ കോതമംഗലം റോഡിന്റെ അലൈൻമെന്റ് അശാസ്ത്രീയമാണെന്നും പ്രായോഗികമല്ല എന്നുമുള്ള ആരോപണം ശക്തമാണ്. അപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭൂ ഉടമകൾ ആക്ഷൻ കൗൺസിലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഒരു റിപ്പോർട്ടിലേക്ക്. ആലുവ പുളിഞ്ചോട്ടിൽ നിന്നും മൂന്നാറിലേക്കുള്ള നിർദ്ദിഷ്ട നാലുവരിപ്പാതയുടെ കോതമംഗലം വരെയുള്ള സ്ട്രെച്ചിനെതിരെയാണ് ഭൂവുടമകൾ പ്രതിഷേധമുയർത്തുന്നത്. പുളിഞ്ചോട്ടിൽ ആരംഭിച്ച് കോതമംഗലം അരമരപ്പടിയിൽ അവസാനിക്കുന്ന പുതിയ റോഡ് നിർമ്മാണത്തിന്റെ അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന് ഭൂവുടമകളുടെ ആക്ഷൻ കൗൺസിൽ പറയുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സാമൂഹിക ആഘാത പഠനങ്ങൾ കൃത്യമായി നടത്തിയില്ലെന്നും ഭൂവുടമകളുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും അവകാശം സംരക്ഷിക്കപ്പെട്ടില്ലെന്നും ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടി. അശാസ്ത്രീയതകൾ പരിഹരിക്കണമെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. നാലുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ കാണിച്ചിരിക്കുന്ന അലൈൻമെൻറ്റ്, അത് ഇപ്പോൾ നിലവിൽ കാണുന്ന അലൈൻമെൻറ്റ് അനുസരിച്ച് KRFയുടെ സൈറ്റിൽ നിന്നും കാണാൻ പറ്റുന്നതനുസരിച്ച് തികച്ചും അശാസ്ത്രീയമായി എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇപ്പോഴുള്ള ഈ ബൈപ്പാസ് കുറച്ചുകൂടി വീതി കൂട്ടി പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ കോതമംഗലത്തും മറ്റ് റിംഗ് റോഡുകൾ ഉൾപ്പെടെ എല്ലാം പ്രാവർത്തികമാകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുതിയ റോഡ് വേണമെന്ന് തന്നെയില്ല. ഉള്ള ആ ബൈപ്പാസ് വീതി കൂട്ടി പോയാൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ആവശ്യം വളരെ നല്ല രീതിയിൽ നടപ്പാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സുതാര്യത പാലിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ബൈപ്പാസ് വരുന്നത് വഴി ഞങ്ങളുടെ സൈഡിൽ ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്ന എൻ്റെ ബേക്കറിയുടെ 3 ഷട്ടർ ഫുള്ളായിട്ട് പോകും. ആ ബൈപ്പാസ് വരുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ടാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഒഴിവാക്കി തരാൻ സാധിക്കും. ഈ പുതിയ റോഡ് വരുമ്പോൾ 12 മീറ്റർ വീതിയാണ് ഞങ്ങളുടെ ബൈപ്പാസിൽ പോകുന്നത്. അത് 23 മീറ്റർ ആക്കുമ്പോൾ പലരും അതിനുശേഷം കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. ആ കെട്ടിടങ്ങൾ പലതും പൊളിക്കേണ്ടി വരും. നാടിന്റെ വികസനത്തിനെതിരല്ലെന്നും എന്നാൽ അതിന്റെ പേരിൽ ഒരുപിടി മനുഷ്യരുടെ ജീവിതത്തെ ആശങ്കയുടെ മുനയിൽ നിർത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധക്കാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് മലയാളം, കൊച്ചി.